حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقي الغمام بوجهه الكريم. اللهم سلمنا وسلم أهلنا من آفات الدنيا وعذاب الآخرة وقنا وقهم واصرف عنا وعنهم شر ما قضيت. മുത്തുക്കോയ തങ്ങൾ മലപ്പുറം പാവി മഹാനവറുകൾ സയ്യിദവറുകൾക്ക് ഈ സമ്മേളനത്തിന്റെ പേരിലും എന്റെ സ്വന്തം വകയിലും ഞാൻ സ്വാഗതം ആശംസിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന നടത്താനുള്ള നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദവറുകൾക്കും സ്വാഗതം ആശംസിച്ചു കൊള്ളുകയാണ്. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് മസ്താൻ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്താമെന്നേറ്റ ഹംസ ബാക്കവിയാണ് മഞ്ഞപ്പറ്റ നമ്മളോട് മുഖ്യ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ ഉസ്താദവറുകൾക്ക് ചില അസൗകര്യം കാരണത്താൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഉസ്താദിന്റെ ശിഷ്യൻ തന്നെ താനാളൂർ ഉസ്താദിന്റെ ശിഷ്യൻ തന്നെ വന്നിട്ടുണ്ട്. റഫീഖ് അഹ്സനി ചേളാരി നമ്മളോട് സംസാരിക്കും. എല്ലാവരും അത് കേട്ടിട്ട് വേണം പോവാൻ. അത് കഴിഞ്ഞാലുള്ള ദിക്റ് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രമം സ്വീകരിച്ചു വന്ന അബ്ദുള്ള ഫൈസി, അതുപോലെ തന്നെ ജാഫർ ബാക്കവി, ഖത്തീബ് മോളൂർ, യൂസുഫ് സൈദ് വണ്ടൂർ, സൈനുദ്ദീൻ അഹ്സനി, നെല്ലിക്കാട്ടിൽ ഖത്തീബ്, കെ അബൂബക്കർ ദാരിമി, മുഹമ്മദ് ബാക്കവി കൊളത്തൂർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഉസ്താദന്മാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിന് ഈ സമ്മേളനത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാ മാന്യ മുഅ്മിനാത്തുകൾക്കും സ്വാഗതം ആശംസിച്ചു കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലും ഈ പിരിയലും അവൻ അതിലെല്ലാം ബറക്കത്ത് ചെയ്യുമാറാവട്ടെ, അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രശ്നങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയരാവാതെ വെറും ഒരു ആമന്ന എന്ന് പറഞ്ഞതിന്റെ പേരിൽ രക്ഷപ്പെടാം എന്ന് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതെന്നോടും നിങ്ങളോടുള്ള ചോദ്യമാണ്. നമ്മളൊന്ന് ധരിക്കുന്നത് അങ്ങനെയാണ്. വെറും ഒരു ആമന്ന, അതിന്റെ അർത്ഥം മനസ്സിലായില്ല. നമ്മളിങ്ങനെ ഒരു ഇസ്ലാമിനെങ്ങനെ അങ്ങനെ ഒരു ചെയ്യലും നാട്ടിലും കൂട്ടലും മാത്രം. എങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ അത് നടക്കൂല. അബൂ ഹനീഫ ഇമാമിനെ പോലെ എത്ര പരീക്ഷിക്കപ്പെട്ടു, കൊണ്ടുപോയിട്ട് ഭരണകൂടം ജയിലിലടച്ചു. ഇമാമിന്റെ അളവിൽ ആരാ ജയിലിലടക്കുന്നത്? ജൂതന്മാരല്ല, ക്രൈസ്തവരല്ല. അബൂ ഹനീഫ ഇമാം തങ്ങളെ ജയിലിലടക്കുന്നത് അന്നത്തെ മുസ്ലിം ഭരണകൂടം, മുസ്ലിം രാഷ്ട്രീയക്കാർ അബൂ ഹനീഫ ഇമാം തങ്ങളെ ജയിലിലടച്ചു, കൂച്ചുവിലങ്ങിട്ടു. ആർക്ക്? അബൂ ഹനീഫ ഇമാം ഷാഫി ഇമാമൊക്കെ അബൂ ഹനീഫ ഇമാമിനെ പറ്റി പറയണം. അത് ഇമാം ഷാഫിഈ തങ്ങൾ അബൂ ഹനീഫ ഇമാമിനെ പറ്റി പറയണം. അദ്ദേഹത്തിന്റെ ബുദ്ധിയെ പറ്റി ഷാഫി ഇമാം പറയണം. ഒരു തൂണ് ചൂണ്ടിയിട്ട് പറഞ്ഞത്രേ. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, ഈ തൂണ് സ്വർണമാണെന്ന് അബൂ ഹനീഫ വാദിക്കുകയാണെങ്കിൽ അത് അദ്ദേഹം അങ്ങോട്ട് സുബൂത്താക്കും. ഒരു തൂണ് കാട്ടിയിട്ട് ഈ തൂണ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് അബൂ ഹനീഫ ഇമാം വാദിക്കുകയാണെങ്കിൽ അത് 100-110% സ്വർണമാണെന്ന് തെളിയിക്കാൻ പറ്റിയ ന്യായങ്ങൾ അബൂ ഹനീഫ അങ്ങോട്ട് നിർത്തും. ഓരോരോ കഥകൾ കേൾക്കണ്ടേ? മറ്റേ ഒരു കുറെ കഥകൾ ചിരി വരുന്ന ഹനഫി മദ്ഹബില് ഇമാം മാത്രം ഓതിയാൽ മതി. ഹദീസാണ് ഏത്? ഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തു മൻ ഖൽഫഹു. ഇതാണ് ഹദീസ്. മൻ ഖൽഫഹു പിന്നിലുള്ളവർക്കും കൂടെയുള്ള ഓത്താണ്. ഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തു മൻ ഖൽഫഹു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് മുത്തലഖലാണ്. ഇമാം ഓതിയാൽ മതി, പിന്നിലുള്ളവരൊന്നും ഓതണ്ട. ഫാത്തിഹ ഓതണ്ട, സൂറത്ത് ഓതണ്ട. ആ നിസ്കാരം
ഏത് നിസ്കാരത്തിൽ ബഹുറിക്കുകയാണെങ്കിലും സുബഹിസ്കരിക്കുകയാണെങ്കിലും ഇശാസ്കരിക്കുകയാണെങ്കിലും എന്ത് വേണ്ട മഅ്മൂമീങ്ങൾ മിണ്ടാതെ നിന്നാൽ മതി. ഇതാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ വാദം. നമ്മളെ ഇമാം പറഞ്ഞു ഇമാമുനാ ശാഫിഈ തങ്ങൾ ആ ഹദീസ് മസ്ബൂഖിനെ പറ്റിയാണ്. അത് മുത്തലക്കനല്ല. ഇമാമിന്റെ ഓത്ത് മഅ്മൂമിനും പറ്റും എന്നുള്ളത് അതെങ്ങനത്തെ മഅ്മൂമിനാണ്? മസ്ബൂഖായ മഅ്മൂമിന്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് കിട്ടിയാൽ മതിയല്ലോ അല്ലെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ഇമാം റുക്കൂഇലേക്ക് പോകുമ്പോൾ ഇമാമിന്റെ കൂടെ പോകുന്നു. ആ മസ്ബൂഖിന് എന്ത് വേണ്ട? ഫാത്തിഹ വേണ്ട. ഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തു മൻ ഖൽഫഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഈ ഹദീസ് മുത്തലക്കൻ അല്ല. അത് എവിടെയാണ്? ജഹറാക്കുന്ന നിസ്കാരത്തിലാണ്. ഉറക്കനെ ഓതുന്ന നിസ്കാരത്തിൽ ഇശാ, മഗ്രിബ്, സുബ്ഹ്. കാരണം അവിടെ ഇമാമിന്റെ ഫാത്തിഹ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇമാം ഫാത്തിഹ ഓതുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ എന്ത് വേണ്ട? മഅ്മൂമിന് ഫാത്തിഹ വേണ്ട. സിർറാക്കുന്ന നിസ്കാരത്തിൽ ളുഹൂറിലും അസ്റിലും മഅ്മൂം ഫാത്തിഹ ഓതണം. ഇതൊക്കെയാണ് മദ്ഹബ്. അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇതിലേക്കൊന്നും കടന്നാൽ പിന്നെ അങ്ങനെ കുടുത്തം കിട്ടുന്നില്ല. അപ്പൊ ഈ ഹദീസ് അബൂ ഹനീഫ ഇമാമിന്റെ കാര്യത്തിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അബൂ ഹനീഫ ഇമാം തങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു. ഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തു മൻ ഖൽഫഹു. ഇമാമിന്റെ ഓത്ത് പിന്നിലുള്ളവർക്കുള്ള ഓത്താണ്. എന്ത് വേണ്ട? മഅ്മൂമീങ്ങൾ മുണ്ടല്ല വേണ്ട. വളരെ ഇമാം എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഞാനും ഓതാം, മറ്റൊരു ഓതുമ്പോൾ ഇമാം എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ പ്രശ്നമാണ്. അന്നുണ്ടല്ലോ തർക്കങ്ങൾ. മദ്ഹബിന്റെ അടിസ്ഥാനത്തിലല്ല, ഈ ഹദീസിന് ഈ വ്യാഖ്യാനം കൊടുത്തതിൽ അന്നത്തെ ഉലമാഇന് അഭിപ്രായമില്ല. എങ്ങനെയുണ്ട് നോക്കുക. അങ്ങനെ ഇവർ വരികയാണ് ആരെടുത്തിട്ട്? അബൂ ഹനീഫ ഇമാമിന്റെ അടുത്തിട്ട് വരികയാണ് ഇഷ്കാരി ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് ആര്? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി അവിടെ ഇരിക്കുക. വരെ വരവ് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലാക്കുന്നത് ഇതിനാണ് വരുന്നത്. ചോദ്യം ഇതായിരിക്കും. അപ്പൊ ഇങ്ങനൊക്കെ ഒരു തർക്കമാണല്ലോ. നമ്മളെല്ലാവരും കൂടി പോകുകയാണെന്ന് സങ്കല്പിക്കാം. ഞാനുണ്ട്, മസ്താനുണ്ട്, മുപ്പരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ചെല്ലുകയാണ്. വലിയൊരു ജമാഅത്തായിട്ട് ചെല്ലുകയാണ് അബൂ ഹനീഫ ഇമാമിന്റെ അടുത്ത്. അപ്പൊ എന്നെ കണ്ടു, മസ്താനെ കണ്ടു. അബൂ ഹനീഫ വരും, തങ്ങളെ തോഴത്തങ്ങളെ വരി. അപ്പൊ നമ്മളെല്ലാവരും കൂടി ചെല്ലുകയാണ് അബൂ ഹനീഫ ഇമാമിന്റെ അടുത്ത് ഇസ്മായിൽ ചോദിക്കാൻ വേണ്ടി. അപ്പോ തങ്ങളിപ്പോ എന്തിനാണ് വന്നത് എന്നോട് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പോ അബൂ ഹനീഫ ഇമാമിനോട് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കൂടി ചോദിക്കുന്നതിൽ ഒരുപാട് സമയം വേണ്ടിയല്ലോ. ആദ്യം ഞങ്ങൾ പാപ്പ തുടങ്ങി വെക്കും, പിന്നെ മസ്താന്. അപ്പൊ എല്ലാവർക്കും ഒരു 3 മിനിറ്റ് തരുകയാണെങ്കിൽ തന്നെ ഈ ആൾക്കാർക്കെല്ലാം കൂടി ഒരുപാട് സമയം വേണ്ടി വരുമല്ലോ തങ്ങളെ. അപ്പൊ ഞാൻ പറയുന്നത് അത് വേണ്ട. കാരണം എല്ലാവർക്കും കൂടി ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചോളാം കേട്ടോ. നോക്കണം, ചോദ്യത്തിൽ നിന്ന് മറുപടി ഉണ്ടാക്കണം അബൂ ഹനീഫ ഇമാം. അപ്പൊ അബൂ ഹനീഫ ഇമാം അല്ലതെന്താണ്? അപ്പൊ എല്ലാവർക്കും കൂടി ചോദിക്കണം. അപ്പൊ ഞാൻ പറയും അത് വേണ്ട, എല്ലാവർക്കും കൂടി ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചാൽ മതിയല്ലോ ഉസ്താദ്. അത് ശരി. അപ്പൊ അങ്ങനെ മതിയോ? അപ്പൊ ഒരാൾ ചോദിച്ചാൽ തന്നെ എല്ലാവർക്കുള്ള ചോദ്യവുമായി അല്ല തങ്ങള്? അത് ശരി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇഷ്കാരിന് മറുപടി ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. മനസ്സിലായി? പിന്നെ ഒരാൾ ഫാത്തിഹ ഓതിയാൽ മതിയല്ലോ. അബൂ ഹനീഫ ഇമാം പറയുന്നത് ഇതാണ്. ഏത്? ഒരാൾ ഇമാമ് മാത്രം ഫാത്തിഹ ഓതുക, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാകുക. ഇതാണ് അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മദ്ഹബ്. അപ്പൊ ആ മദ്ഹബ് ശരിയാണെന്ന് ഇപ്പൊ ഈ നടന്ന ഈ സംസാരത്തിൽ നിന്ന് കിട്ടിയത്. എല്ലാവരും കൂടി ചോദിക്കണ്ട, ഒരാൾ ചോദിച്ചാൽ മതി. എന്നാലും പിന്നെ എല്ലാവരും ചോദ്യത്തിന് തൊട്ടും അത് കാഫിയാണ് എന്ന പോലെ. അപ്പോ അബൂ ഹനീഫ ഇമാമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നാൽ നീ ചോദിക്കലില്ല, ഞങ്ങൾ പോട്ടെ, അസ്സലാമു അലൈക്കും. ഇതാണ് അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇത്രയും വലിയ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരുമായ ആളുകൾ അവര് ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ സഹിച്ച ത്യാഗങ്ങൾ, വിഷമങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ അബൂ ഹനീഫ ഇമാമിനെ ജയിലിലിട്ടു. ആരാ ജയിലിലിട്ടത്? മുസ്ലിം ഖലീഫമാർ. അങ്ങനെ നാട്ടിലാകെ പ്രക്ഷോഭം, നാട്ടിലാകെ സംസാരം, ജനങ്ങൾക്കിടയിൽ
വലിയ പ്രതിഷേധം ഊർജിച്ചപ്പോൾ ഹുക്കൂമത്ത് തീരുമാനിച്ചു, ഇതിനെവിടെ ഇരുത്തിയതിന് വലിയ സുന്ദരമാണ്, ഇതിനെവിടെ വിടുക. അങ്ങനെയല്ലോ വലിയ വലിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടാണ് നാട്ടിലാണ് പ്രതിഷേധം. അപ്പോഴും ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? ഇങ്ങനെ വിൽക്കാൻ പറ്റൂല, ഇപ്പോഴും മസ്തൂരാണ്. ജയിലിൽ നിന്ന് പുറത്തു പോയാൽ വീണ്ടും ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് പറയാ? അല്ലാഹുവിന്റെ ദീൻ. അത് പറയാതിരിക്കാൻ വിഷം കൊടുക്കണം. മഹാനായ അബൂ ഹനീഫ ഇമാം തങ്ങൾക്ക് മുസ്ലിം ഭരണകൂടം വിഷം കൊടുക്കുകയാണ്. എന്തിന്? ജയിലിൽ നിന്ന് പുറത്തു പോയാൽ സത്യം പറയാൻ പാടില്ല, നാവ് പ്രവർത്തിക്കരുത്, കൈ പ്രവർത്തിക്കരുത്, എഴുതാം കിതാബുകൾ നോക്കാൻ കണ്ടു പ്രവർത്തിക്കരുത്. ഇങ്ങനെ മുഴുവൻ അഴവാക്കും മുടക്കാക്കുന്ന രൂപത്തിൽ മാരകമായ വിഷം സുമ്മ കൊടുത്തിട്ടാണ് അബൂ ഹനീഫ തങ്ങളെ ജയിലിൽ നിന്ന് പുറത്തേക്ക്. ജയിലിൽ വെച്ചു മരിച്ചു എന്ന് ചിലർ പറയാറുണ്ട്. ജയിലിൽ വെച്ചല്ല മരിച്ചു. പക്ഷെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇമാമുല്ലാത്തും ഒന്നും കൈ കഴിക്കുന്നില്ല. ആകെ ക്ഷീണിച്ചു, വിഷം ബാധിച്ചില്ല, ഒന്നിനും വയ്യെങ്കിലും ചുരുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇമാമുല്ലാത്തും വഫാത്താവുകയാണ്. വിവരം നാടാകെ എത്തി. ജനങ്ങൾ മുഴുവൻ ഇതറിഞ്ഞു. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മയ്യിത്ത് നമസ്കാരത്തിൽ അക്കാലത്തെ കണക്കനുസരിച്ച് 50,000-ഓളം ആളുകൾ പങ്കെടുത്തു. അന്ന് 50,000 ആളുകൾ ഒരു മയ്യിത്ത് നമസ്കാരത്തിന് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അതിന്റെ ശക്തി? എന്നിട്ട് ആ മയ്യിത്ത് നമസ്കാരത്തിന് ശാസ്ത്രനായ, ആ മയ്യിത്ത് നമസ്കാരത്തിന് ദൃക്സാക്ഷികളായ 100 കണക്കിന് ആളുകൾ അമുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പ്രബലമായ ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, സവാഅൻ മഹ്യാഹും വമമാതുഹും. മഹാന്മാരുടെ അവസാനത്തെ ഖുർആൻ വിശദീകരിച്ചത് അവരുടെ മഹിയാഹും വമമാതുഹും, അവരുടെ ജീവിതവും അവരുടെ മരണവും സമമാണ്. അതെ, റൂഹില്ലാതെ മരിച്ചു കിടക്കുന്ന അബൂ ഹനീഫ തങ്ങളുടെ ശരീരം മയ്യിത്ത് നിസ്കാരമല്ല. അത് കണ്ടിട്ട് 100 കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. ജീവിതകാലത്തോ 1000-കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു ഇമാമുൽ-അഅ്ളമിന്റെ പ്രബോധനം കണ്ടിട്ട്. എന്നിട്ട് റൂഹ് പോയതിനു ശേഷം, മയ്യിത്തായതിനു ശേഷം ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. മയ്യിത്ത് നമസ്കാരങ്ങളെ കാണാൻ അമുസ്ലിങ്ങൾ. എന്നിട്ട് ആ മയ്യിത്ത് നമസ്കാരം കണ്ടിട്ട് 100 കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. എന്തിനാണ്? ആ മയ്യിത്ത് നമസ്കാരത്തിന്റെ ഗാംഭീര്യം കണ്ടിട്ട് ഇമാമുൽ-അഅ്ളമിന് വിഷം കൊടുത്ത ഹാക്കിമീങ്ങളും അന്നത്തെ ഭരണാധികാരികൾ പോലും മയ്യിത്ത് നമസ്കാരം നിസ്കരിക്കാൻ നിർബന്ധിതരായി. ഇമാമുൽ-അഅ്ളമിനോട് ഹസദ് ഉണ്ടായിരുന്ന, അസൂയയുണ്ടായിരുന്ന ഭരണാധികാരികൾ അവർ പോലും മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. ഒരുപാട് അസൂയാലുക്കൾ പല കാരണത്താണ്. ഒന്നാമത് അബൂ ഹനീഫ ഇമാം അറബിയല്ല, ഫാരിസിയാണ്. ആ പേര് തന്നെ, നുഅ്മാൻ എന്ന പേര് തന്നെ അക്കാലത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് മുൻപ് പേർഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവിന്റെ പേരാണ് നുഅ്മാൻ എന്ന പേര്. പിന്നെ അവർ പാരമ്പര്യമായി പണ്ഡിത കുടുംബം അല്ല. അബൂ ഹനീഫ ഇമാമിന്റെ കുടുംബം അവർ പണ്ഡിതന്മാരിൽ അവർ താജികളാണ്, ബിസിനസ്സുകാരാണ്. ഈ കുട്ടിയും താജിറായിരുന്നു. നുഅ്മാൻ എന്ന ഈ കുട്ടിയും കച്ചവടക്കാരനായിരുന്നു. പക്ഷെ കച്ചവടത്തിൽ അപാരമായ ബുദ്ധിയും കൗശലവും കാണിക്കുന്നത് കണ്ടപ്പോൾ ബാപ്പാനോടും മറ്റുള്ളവരോടൊക്കെ ആരൊക്കെ പറഞ്ഞിട്ട്, ഈ കുട്ടിക്ക് എന്തൊരു ബുദ്ധിയാണ് ഈ കുട്ടിക്ക്, ഈ കുട്ടിയെ ഇൽമ പഠിക്കാൻ അയച്ചൂടെ. അങ്ങനെയാണ് കച്ചവടം നിർത്തിയിട്ട് പിന്നെ ഈ വിഷയത്തിലേക്ക് തിരിച്ചത്. അതുകൊണ്ട് ലോകത്തിന് വലിയൊരു സ്ഥാനം, വലിയ ഇൽമിന് ഒരുപാട് ഹിദ്മ ചെയ്യുന്ന വലിയൊരു മഹാനെ നമുക്ക് ലഭിച്ചു. ഇനി അങ്ങനെ എടുത്തിട്ട് മാലിക് ഇമാം, അതിനുശേഷം ഇമാമുന ശാഫിഈ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എന്താണ് സഹിച്ചത്? അഹ്മദ് ഇബ്നു ഹംബലിനൊക്കെ ജയിലിൽ കൊണ്ടുപോയിട്ട് ചാട്ടവാട് കൊണ്ട് അടിക്കുകയും മുസ്ലിം ഭരണാധികാരികൾ, ജൂതന്മാർ
യഹൂദന്മാരും ക്രിസ്ത്യാനികളും ചെയ്യുകയാണ്. അതിൽ നമുക്ക് അത്ഭുതമില്ല. ഇബ്രാഹിം നബിയെ നമ്രൂദ് ശിക്ഷിച്ചു, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔൻ ശിക്ഷിച്ചു. അതിൽ നമുക്ക് പുതുമ തോന്നുന്നില്ല. കാരണം അവർ അല്ലാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. ഫിർഔൻ പറഞ്ഞത് ഖുർആനിൽ പറയുന്നത് മൂസാന്റെ റബ്ബ് അവിടെയാണെങ്കിൽ ഞാനാണ് ഇവിടുത്തെ റബ്ബ്. ഇന്ന് സമാന്തര റബ്ബായി അഭിനയിച്ചവരാണല്ലോ ഫിർഔൻ. മൂസാ നബിയെ ആക്രമിക്കുന്നത് നമുക്ക് അത്ഭുതമില്ല. പക്ഷെ ഈ മുസ്ലിം ഹാക്കിമിങ്ങൾ, ഈ ഹുകൂമത്തിന്റെ ഭരണാധികാരികൾ ഇവര് ചെയ്തതിലാണ് നമുക്ക് അഹ്മദ് ബിൻ ഹംബൽ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലയോ എന്ന പ്രമാദമായ തർക്കത്തിൽ ആ തർക്കം മൂത്ത് അഹ്മദ് ബിൻ ഹംബൽ ഇമാമിനെ ജയിലിൽ കൊണ്ടുപോയിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ ഇമാം ധരിച്ച ഖമീസ് കീറിപ്പോയി എന്നാ പറയുന്നത്. ഹംബൽ ഇമാമിന്റെ കുപ്പായിന്റെ ഖമീസ് അടിങ്ങനെ കൊണ്ടിട്ട് ഖമീസ് കീറിപ്പോയി. ഈ വിവരം പറയുന്നു ഇമാം ഷാഫിഈ തങ്ങൾ. ഷാഫിഈ ഇമാം കേൾക്കുക, അവരിൽ കാലക്കാരാണ്. അഹ്മദ് ബിൻ ഹംബലും ഇമാം ഷാഫിഈ അവരൊക്കെ ഒരേ കർണിലുള്ളവരാണ്. കാര്യം കൊണ്ട് ഷാഫിഈ ഇമാം ഹംബലി ഇമാം ഉണ്ടായിരുന്നു. ഈ വിവരം ഷാഫിഈ ഇമാം കേട്ടിട്ട് ഇങ്ങനെ ഉയർന്നതും വളർന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചത്. ഇവിടെ മറപെട്ട് കിടക്കുന്ന ഉപ്പ, ഇവരൊക്കെ നമ്മൾ അറിയാത്തൊരു മുഖം, നമ്മൾ അറിയാത്തൊരു ജീവിതം അവർക്കുണ്ടായിട്ടുണ്ടാവും. അത് നമ്മളറിയില്ല. അത് സമയം വരുമ്പോൾ അവർ തന്നെ പറഞ്ഞു കൊടുക്കും. അവരുടെ ഹയാത്തുകാർ അവർ കഷ്ടപ്പെട്ടത് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് മുഹിദ്ദീൻമാരുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിഞ്ഞത്. സാധാരണക്കാർ ഒരു രാവിലെ 40 വട്ടം ജനാബത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ നിരന്തരമായ പരീക്ഷണങ്ങൾ എന്താണ് സഹോദരന്മാരെ ഒത്തുണ്ടാക്കുന്നത്? നമ്മൾക്കൂടെ പറയുന്നുണ്ടല്ലോ, മുപ്പര് സ്വാതന്ത്ര്യത്തിൽ തരീഖത്തിനെ പറ്റിയും ഹഖീഖത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയൊരു വിഷയമാണ്. എത്ര വലിയ വിഷയം ഒന്നും ഇവിടെ പറഞ്ഞാൽ തിരിയില്ല. അവരുടെ ജീവിതത്തിലെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന എക്സാമ്പിളുകൾ പറഞ്ഞു കൊടുക്കുക. ഇതെവിടെ കഴിയും? അല്ലാതെ നമ്മൾക്കെന്നൊന്നും ചെയ്തിട്ടില്ല. ഹഖീഖത്ത് തരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മോദനമണിയുന്നത് മറ്റൊക്കെ ഇരിക്കട്ടെ, മറ്റുള്ള വിഷയങ്ങൾ ഇബാദത്ത് മഹാനായ മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ അമ്പുറത്തോര് ചരിത്രം പറയുന്നിടത്ത്, കറാമത്തുകൾ പറയുന്നിടത്ത് റസൂലുള്ളാഹിന്റെ മമ്പുറം ഖുതുബുസ്സമാന്റെ മകൻ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ ആകൊരു മകനേ ഉള്ളൂ. ആൺകുട്ടിയായിട്ട് വലിയൊരു മനുഷ്യനായത് ആ ഒരു കുട്ടിയാണ്. ചെറുപ്പത്തിൽ വേറെ കുട്ടികളുണ്ടായിട്ടൊക്കെ വഫാത്തായി പോയതാണ്. സയ്യിദ് ഫളലും സംഘവും കൂടി ഹജ്ജിന് പോകും. അമ്പൂർത്തൂരുള്ള കാലത്താണ്. അമ്പൂർത്തൂർക്ക് 73 വയസ്സുള്ള സമയത്താണ് ഈ മകൻ ഉണ്ടാകുന്നത്. ഏത് മകൻ? സയ്യിദ് ഫളൽ എന്ന മകൻ. അമ്പൂർത്തൂര് മരിക്കുന്നത് 93-ാമത്തെ വയസ്സിലാണ്. അമ്പൂർത്തൂര് വഫാത്താകുമ്പോൾ ഈ മകന്, സയ്യിദ് ഫളൽ എന്ന് പറയുന്ന മകന് 20 വയസ്സാണ്. 73-ാമത്തെ വയസ്സിലാണ് ഈ മകൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഹജ്ജിന് പോയി ആ കപ്പലിൽ നിന്ന്, സയ്യിദ് ഫളലും സംഘവും സഞ്ചരിക്കുന്ന കപ്പൽ, ആ കപ്പലിൽ നിന്ന്, ആ കപ്പലിലുണ്ടായിരുന്ന അക്കാലത്തെ വലിയ ഒരു സേട്ടുകൊണ്ട് താക്കോലോ എന്തോ ഒരു സാധനം കടലിൽ വീണ് പോയത്. നിങ്ങൾ കേൾക്കാത്ത കാര്യം. മമ്പുറത്തോരെ പറ്റി ഒരുപാട് കറാമത്തുകൾ കേട്ടിട്ടുണ്ട് എല്ലാവരും. ഇത് നിങ്ങൾ കേൾക്കാത്ത കാര്യം. അങ്ങനെ ഇത് വലിയ വിഷയമായി കാര്യപ്പെട്ടൊരു സേട്ടുവിന്റെ എന്തോ ഒരു സാധനം, അള്ളാഹു ചാവിയോ എന്തോ എനിക്കറിയില്ല, എന്തെങ്കിലും പറഞ്ഞാൽ പറ്റുള്ളൂ, കൊള്ളാണെങ്കിലും കുറ്റപ്പെടാണ്ട് എന്തോ ഒരു മുഹിമായ സാധനം കടലിൽ ചാടി. അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മൂപ്പരും കപ്പലിലുണ്ട്. ആര്? പുറത്തോരുടെ മകൻ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ. നമ്മൾ കാണുന്നില്ല ഏടിലൊക്കെ പൂക്കോയന്റെ ആർത്തിപ്പ് എന്ന് കാണും. ഈ പൂക്കോയനായ മഹാനായ സയ്യിദ് അലവി അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ.
അങ്ങനെ ഈ സേർത്തു ഇതിങ്ങനെ കപ്പലിൽ കാണാനില്ല ഇത് പൊയ്ക്കണം. കപ്പലിലുണ്ടായിരുന്ന അത്ര ഒരു മുഴത്തപരല്ലാത്ത ഒരു മൊല്ലാക്ക എന്ന് വെച്ചോളൂ. അത്ര ഒരു സയ്യിദ് ഫദ്ല് ഒക്കെ ഇവിടെ ഇരിക്കുമ്പോ സയ്യിദ് ഫദ്ലിന്റെ മുമ്പിൽ സയ്യിദ് ഫദ്ല് എന്ന് പറഞ്ഞാൽ ആരാ? സയ്യിദ് അലി തങ്ങളുടെ മകനാണ്, ഹദ്റമിയാണ്, അഷ്റാഫിൽപ്പെട്ട ആളാണ്. ഇതൊന്നും അതല്ലാത്തവർക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അങ്ങനെ ആ മല്ലാക്ക എന്ത് ചെയ്തു? ഈ സാധനം എടുത്തു. ഈ ചാടിയത് കടലിലേക്ക് പോയ സാധനം ഉണ്ടല്ലോ, താക്കോലാണെങ്കിൽ താക്കോലാണെങ്കിൽ അങ്ങനെ ഇരിക്കണ്ട. ആ താക്കോല് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു മല്ലാക്ക അത് എടുത്തു. അപ്പോ ഇത് എടുത്തു കൊടുത്തപ്പോ സയ്യിദ് ഫദ്ല് കപ്പലിൽ ഇരിക്കുന്നു. മൂപ്പർക്ക് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, കുട്ടിയാണ്. കാരണം വാപ്പ വഫാത്താവുമ്പോൾ തന്നെ കുട്ടിക്ക് 20 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുമ്പുള്ള സംഭവമാണല്ലോ. അപ്പൊ 20 വയസ്സിന് താഴെയാണല്ലോ. എന്താവട്ടെ, ഒരു ഷാപ്പായിരിക്കും. അപ്പോ മൊല്ലാക്കാർക്ക് ഇത് മനസ്സിലായി. ഏത് കുട്ടി ഇവിടെ ഇരിക്കുമ്പോ കുട്ടിക്ക് ഒന്നും പ്രവേശനമില്ലാതെ ഞാൻ തന്നെയാണ് എന്റെ താക്കോൽ എടുത്തു കൊടുത്തത്, അല്ലെ? സാധാരണ ഉറപ്പാണെങ്കിൽ കുട്ടിയോടൊന്ന് വന്നിട്ട്, കാരണം വലിയ മഹാന്റെ മകനല്ലേ, അന്നത്തെ ഉപ്പിന്റെ മകനല്ലേ, ഒന്ന് വന്നിട്ട് പറയുന്നത് ചെയ്യരുത്. കുട്ടിയോട് അങ്ങനെ പറഞ്ഞത് പിടിച്ചോന്നില്ല, താൻ പോയി കിട്ടും ചെയ്യും. പക്ഷെ കുട്ടിക്ക് വേദനിക്കാൻ പാടില്ലല്ലോ. അപ്പൊ മൊല്ലാക്ക ചെയ്ത് എല്ലാവരും കേൾക്കെ പറഞ്ഞേ, ഞാനിപ്പോ ഈ താക്കോൽ എടുക്കുന്നത് ഇന്റെ വണ്ണം കൊണ്ടോ വലിപ്പം കൊണ്ടോ ഒന്നുമല്ല, ഞാൻ ആരുമല്ല. ഞാൻ ഈ താക്കോൽ എടുത്തു തന്നത് ഈ ഇരിക്കുന്ന കുട്ടിയുടെ ബാപ്പ മഹാനായ സയ്യിദ് അലി തങ്ങൾ, അന്നവരെ കയ്യാണല്ലോ ജീവിക്കുന്ന കാലം. ഈ കുട്ടിന്റെ ബാപ്പ എനിക്ക് പറഞ്ഞു തന്ന ഒരു നിക്കർ, ആ നിക്കറിന്റെ വണ്ണം കൊണ്ടാണ് ഞാൻ ഈ താക്കോൽ എടുത്തത്. അപ്പോൾ ഞാൻ ഈ താക്കോൽ എടുത്തു തന്നതിന്റെ ക്രെഡിറ്റ് ഒടൂരി ചെന്നെത്തുന്നത് ആയിരിക്കെന്നാണ്? ഈ കുട്ടിക്ക് തന്നെയാണ്. മനസ്സിലായി? കുട്ടിന്റെ വാപ്പ പറഞ്ഞു തന്നൊരു നിക്കർ അത് ബിൽഫിൽ ഞാൻ ചെയ്തപ്പോൾ അത് കിട്ടി. അപ്പോൾ ആ മനുഷ്യന്റെ മകനാണല്ലോ ഈ കുട്ടി. ഞാനവിടെ പോയിട്ട് അവിടെ പറഞ്ഞ് ചോദിച്ച് യാചിച്ച് വാങ്ങിയിട്ട് നിൽക്കണം. അതിന്റെ വകുപ്പ് കൊണ്ടാണ് എടുത്തത്. ഇങ്ങനെ വിഷയം ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഹജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ സയ്യിദ് ഫദ്ല് മകൻ ബാപ്പാനോട് വിഷയം പറഞ്ഞു. ബാപ്പ ഇങ്ങനെ ഹജ്ജിന് പോയപ്പോ ഇത് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ബാക്കി മോനും തമ്മിൽ പ്രായം കൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 70 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. അതും ഒരു പിരിച്ചപ്പെട്ടാണ് കുട്ടി. അപ്പൊ അവർ തമ്മിൽ ഒരുപാട് ബൗലും പ്രായം കൊണ്ട് വലിയ അന്തരം. അപ്പൊ കുറച്ചൊക്കെ തമാശയൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഉണ്ടായി. ഹജ്ജിന് പോയപ്പോ താക്കോല് പോയിരുന്നു ഒരാൾക്ക്. അപ്പോ ഞാനൊന്നും അതിൽ ഇടപെട്ടില്ല. ഒരാള് താക്കോൽ എടുത്തെടുത്ത് ഇങ്ങനെ അതൊരു വിഷയമല്ല. അവിടെ ദിവസവും കലാമത്തന്നല്ല പുറത്ത്. അപ്പൊ കുട്ടികളെ വർത്തമാനത്തിനിടയിൽ കൂടെ കലാമിന്റെ ഇടയിൽ ഈ ഒരു വിഷയം പറഞ്ഞു. ബാപ്പൊന്നും മുണ്ടിയില്ല. ആര്? തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഒന്നും മുണ്ടിയില്ല. അങ്ങനെ കേട്ടു. അങ്ങനെ ശരിന്റെ പോലെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ മമ്പുറത്തൂർ എഴുന്നേറ്റപ്പോൾ പതിവ് പോലെ മക്കൾക്ക് വിളിച്ചു തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റപ്പോ പൂക്കൂണ വിളിക്കരുത് ചെയ്തത്. പൂപ്പായത്തിന്റെ പേര് പൂക്കൂണ. പൂക്കൂടെ വാങ്ങും വിളിച്ചിട്ട് വീടിന്റെ വാതിൽ തുറന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനത്തെ നോക്കുന്നു മുറ്റത്തേക്ക്. മകൻ നോക്കുമ്പോൾ മുറ്റം നിറയെ കുതിരപ്പുറത്തിങ്ങനെ ചെറുപ്പക്കാരായ നല്ല തലപ്പാവും ആടിയും തലപ്പാവും ഒരുപോലെ സംഘം. മോനോട് പറഞ്ഞു, കണ്ടില്ലേ? ഇവരൊക്കെ എന്റെ കാലികീയങ്ങളായ ജിന്നുകളാണ്. ഇവരൊക്കെ എനിക്ക് ഹിദ്മ ചെയ്യുന്ന എന്റെ മുരീദന്മാരായ ജിന്നുകളാണ് ഈ കാണുന്നത്. ഇതിൽപ്പെട്ട ഒരുത്തനാണ് ഇത് പറഞ്ഞില്ല. താക്കോലിന്റെ കഥ നേരത്തെ ഉച്ചത്. ആ താക്കോൽ ഇട്ടു കൊടുത്തത് ഇതിൽപ്പെട്ട ഒരുത്തനാണ്. ഇങ്ങനത്തെ സൈന്യവും മുരീദന്മാരും നിങ്ങൾക്കും ഉണ്ടാകും. പക്ഷെ എന്ത് വേണമെന്നറിയോ? എനിക്ക് കുറച്ച് മെനക്കെടണം. വാതിൽ ബുദ്ധി മനസ്സിലായി? ഇങ്ങനെ സൈന്യവും ഭക്ഷണമൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന്
കുറച്ച് മെനക്കെടുണ്ട്. മെനക്കെട് എന്ന് പറഞ്ഞാല് മനസ്സിലായില്ലേ? വരതി ഉണ്ടാക്കണം. ഇതാണ് സൂഫിയാക്കളുടെ മാർഗം. ഇവിടെ മറപ്പെട്ട വേറുള്ളവർക്ക് കിടക്കുന്നവരുമൊക്കെ ജീവിതത്തിൽ നല്ലോണം വരതി ഉണ്ടാക്കിയവരാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ മുസലേണയെ പറ്റി പറഞ്ഞില്ലേ, 40 വട്ടം ജനാപത്തുണ്ടായി. അതിന്റെ അർത്ഥം നമ്മൾ പരിശോധിക്കണം, അതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. ഈ തണുപ്പ് കാലത്ത് ഇപ്പൊ ധനുമാസമാണ്, രാത്രി ജനാപത്ത് ഉണ്ടായിട്ട് നമ്മൾ കുളിക്കുമ്പോൾ, നമ്മളൊക്കെ സുബഹിക്ക് കുളിക്കുന്നവരാണ്, ഒരു പ്രാവശ്യം കുളിക്കുമ്പോൾ നമ്മൾ സഹിക്കുന്ന ത്യാഗം, ആ തണുപ്പിനോട് വിട്ട് 40 പ്രാവശ്യമാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഇതൊരു എക്സാമ്പിൾ. ഒരു ശൈഖ് അദ്ദേഹത്തിന് 2 മുരീദന്മാരെ വിളിച്ചു. തസവൂഫിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ രസകരമായിട്ട് ഞാൻ പലതും പറഞ്ഞത്. ഒരു സൂഫി 2 മുരീദന്മാരെ വിളിച്ചു. ഇങ്ങനെ വിളിച്ചു, മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞ് സൂഫിയാക്കളുടെ കഥ നല്ല രസകരമായ കഥകളായിരുന്നു. തമാശയിലൂടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. തമാശയിലൂടെ അള്ളാഹുവിന്റെ വുജൂദും അള്ളാഹുവിന്റെ ഖുദ്റത്തും അവരുടെ മുരീദന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കുറെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ശൈഖ് 2 ശിഷ്യന്മാരെ വിളിച്ചു. ഒരേ സമയം ഒരേ കാലഘട്ടത്തിൽ തർബിയത്ത് ചെയ്ത ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 2 ആളുകൾ നല്ല 2 ചിത്രം വരക്കണം. നല്ല 2 ചിത്രം വരക്കണം. ആ ചിത്രം വരക്കാനുള്ള സ്ഥലവും കാണിച്ചു. ഒരാളെ വിളിച്ചിട്ട് ഞാൻ മതിന്മേൽ അവിടെ വരക്ക്, നേരെ അതിന്റെ ആക്സിൽ ഇപ്പുറത്തിലും മതിലുണ്ട്. മറ്റൊരാൾ പറഞ്ഞ് ഇതുപോലും വരക്കും. നടുത്ത മൂപ്പതിൽ കറക്റ്റനിട്ട് കാണാതിരിക്കാൻ ഒരാളെ കോപ്പി അടിക്കട്ടെ, ഒരാളെ ഫോളോ ചെയ്യരുതെന്ന് കരുതിയിട്ട് നടുക്കൊരു കറക്റ്റൻ ഇട്ടിട്ട് പറഞ്ഞു, നീ ഈ ചുമലിലും മറ്റോന് ഈ ചുമലിലും വരക്കട്ടെ. വരക്കാനുള്ള അതിനുള്ള മാനായ ആരാസങ്ങളൊക്കെ കൊടുത്ത് പ്രശ്നം കഴിഞ്ഞു. ഒരു ശിഷ്യൻ എന്ത് ചെയ്ത് അങ്ങനെ നന്നായിട്ട് നല്ലൊരു ഹത്താത്താണ് അങ്ങനെ ഓരോന്നങ്ങനെ വരക്കാൻ തുടങ്ങി ചുമരുമില്ല. അപ്പൊ ദിവസം പറഞ്ഞിരുന്നു വരക്കുക, നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വരച്ചു തീരണം. നാളെ വൈകുന്നേരം മസലിന്റെ വക, നാളെ വൈകുന്നേരം 7 മണിക്ക് ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ചിത്രം വരച്ച് കഴിയണം. അതുവരെ സമയമുണ്ട്. നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ തയ്യാറാണ്, ഇഷ്ടമുള്ളത് വരച്ചോളി. അങ്ങനെ ഒരാൾ ചിത്രം അങ്ങനെ ശരിക്കും വരക്കാൻ തുടങ്ങി. മറ്റേ ആൾ ചെയ്ത പണി എന്താണെന്നറിയോ? ചിത്രം വരക്കണില്ല. മറ്റേ ആള് നല്ല ഒരു കല്ലെടുത്തിട്ട്, നല്ല കട്ടിയുള്ളൊരു കല്ലെടുത്തിട്ട്, ആ എഴുതാൻ പറഞ്ഞ കല്ലുണ്ടല്ലോ, മാർബിളിന്റെ കല്ല്, അതങ്ങനെ ഉഴതാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ മാർബിൾ വെക്കുമ്പോൾ മാർബിൾ പോളിഷ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അല്ലെ? ഓരോരോ കല്ലിങ്ങനെ മാറ്റി കൊടുക്കുമല്ലേ? മഞ്ഞ കളറുള്ള കല്ല്, ചുവപ്പ് കളറുള്ള കല്ല്, അങ്ങനെ ലാസ്റ്റായി വരുമ്പോഴാണ് ഇത് മിറർ പോളിഷ് ആണ്, ശരിക്കും നല്ല ഗ്ലേസിംഗ് കിട്ടും. എന്ന പോലെ മറ്റേ മുരീദ് ചെയ്ത പണി എന്താ? ഒരു കല്ലെടുത്തിട്ട് ഈ കല്ലിന് ഇങ്ങനെ വരതാൻ തുടങ്ങി. ഒന്നും വരക്കണില്ല. പണി തന്നെ വരതി അതിങ്ങനെ കണ്ണാടി പോലെയാണ്. ശൂന്യം, ഒന്നും എഴുതാതെ ഖാലിയായ നല്ല ഒരു സ്ഫടികമാക്കി മാറ്റി. മറ്റേ ഫുലാൻ അവിടെ തന്നെ എഴുതി നല്ലൊരു ചിത്രമൊക്കെ വരച്ചു. 7 മണിക്ക് ശൈഖ് എത്തി. 7 മണിക്ക് ശൈഖ് വന്നിട്ട് കർട്ടൻ അങ്ങനെ ഇങ്ങോട്ട് നീക്കി. ഞാൻ നോക്കട്ടെ ആരൊക്കെ 2 ആളും ചിത്രം വരച്ചു, ഏതൊക്കെ ചിത്ര വരച്ചത്. ഈ കർട്ടൻ എങ്ങനെ നീക്കിയതോടുകൂടി സംഭവിച്ചത് എന്താണെന്നറിയോ? ഇവൻ വരച്ച ചിത്രം മറ്റോരിങ്ങനെ ശരിക്കും വരച്ചിട്ടുണ്ടല്ലോ, ആ ചിത്രം ഇയാൾ ഇവിടെ വരത്തില്ലേ, ശരിക്ക് വരതിയിട്ട് ഇങ്ങനെ അതെന്താക്കി നല്ല ഗ്ലേസിങ്, മിറർ പോളിഷ് ഒക്കെ ചെയ്യുന്ന നല്ല ഗ്രാനൈറ്റ് പോലെയാണ്. അപ്പൊ ഈ ചിത്രം ഇവിടെ വിട്ട് പ്രതിഫലിക്കാൻ തുടങ്ങി. അല്ലേ? അത് ശരിക്കും കാണാനോ? അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ഇതായിട്ടില്ല, എനിക്ക് ഇനിയും വേണം കുറച്ചുകൂടി ക്ലാസ്. ഇവൻ ശരിയായിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചിത്രം വരക്കാൻ പറഞ്ഞത് ചിത്രം കാണാനല്ല, അതൊരു ദർശനം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു എന്ന ആ യാഥാർത്ഥ്യം നമ്മളുടെ മനസ്സ് വരതി അതിനുള്ള
മാലിന്യങ്ങളും അതിലുള്ള കേടുകൾ, അതിലുള്ള കറുപ്പും കെടുമ്പും ഇതൊക്കെ കളഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളും അല്ലാഹുവിന്റെ വിവിധ ഔസാഫുകൾ നമ്മളുടെ ഹൃദയത്തിൽ അതിങ്ങനെ ആവാഹിച്ചെടുക്കാൻ കഴിയും. ഇതാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. ഹദീസിലുണ്ടല്ലോ, ഒരു അബ്ദിനാളുമായി എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കയ്യാവും കാലാവും കണ്ണാവും ഇതെല്ലാമാവും. അതിലേക്കുള്ള സൂചനയാണ്. അപ്പൊ വലത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബാദത്ത് ചെയ്ത് നമ്മളുടെ മനസ്സിനെ സ്ഫുടമാക്കിയാൽ അതിൽ പിന്നെ ശൈത്താനിയായ എല്ലാവിധ ഔസാഫുകളും പോയി ഇലാഹിയായ ഔസാഫുകളെ കൊണ്ട് നമ്മളും നമ്മളുടെ കൽബും മുത്തസിഫാകുന്നു. അപ്പൊ നമ്മൾക്ക് തോന്നും ഈ ഭൗതികത എന്ന് പറയുന്നത്. സത്യത്തിൽ പലർക്കും ഒരു ധാരണ ഉണ്ട് ഈ വിലായത്ത്. ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, ഞാൻ ബ്രേക്ക് ഇട്ടാ സംസാരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ സൂഫിയാക്കളുടെ കിതാബുകൾ ശരിക്കും നോക്കിയാൽ കാണാം, ഈ ലോകവും അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റ് വിഷയങ്ങളും തമ്മിൽ ഇതിനൊരു ബന്ധവുമില്ല. ഇപ്പൊ സൂഫിയാകണമെങ്കിൽ അല്ലെങ്കിൽ വലിയാകണമെങ്കിൽ ദുനിയാവ് തീരെ പാടില്ല എന്നൊന്നുമില്ല. ദുനിയാവുള്ളവരായിരുന്നു 17 കപ്പലുണ്ടായിരുന്നു. എത്ര കപ്പൽ? 17 കപ്പൽ. ദുനിയാവ് ഉണ്ടായിക്കൊണ്ടെന്നാണ് ചെയ്യുന്നത്. ഒരു വിഭാഗം ദുനിയാവ് തീരെ വേണ്ട, അത് പരിവാരാണ്, പിശാചാണ്, അത് വേണ്ട. പക്ഷെ ചില ധീരന്മാർ, ചില ധൈര്യശാലികൾ ദുനിയാവും ഇതും ഒരേ സമയം സംയോജിപ്പിച്ചു കൊണ്ടുപോയവരുമുണ്ട്. അതുകൊണ്ട് സൂഫിയാക്കളുടെ കൂട്ടത്തിൽ എണ്ണി അങ്ങോട്ട് പറഞ്ഞതിനാൽ നല്ല നോട്ടും കെട്ടിന്റെ പുറത്ത് ജീവിച്ചുകൊണ്ട് തന്നെ അവര് വിലായത്തും വലിയ കുത്തുപോക്കായവരാണ്. ഒരാള് സൂഫി കിതാബിൽ പറയുന്നൊരു കഥയാണ്. ഒരാള് ഷാമിലേക്ക് കച്ചവടത്തിന് കൊണ്ടുപോവുക. ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ മൂപ്പര് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരാളെ സംബന്ധിച്ച് കേട്ടു, കാര്യപ്പെട്ട ഒരു മഹാനാണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കേട്ടു. മൂപ്പരെടുത്ത് പോയി അവിടെ ഇങ്ങനെ ചെന്നപ്പോ ഒരു കാട്ടില് ജനങ്ങളുമായിട്ട് പെണ്ണോ പെരുച്ചാഴിയോ ഒന്നുമില്ല, ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. മൂപ്പര് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ അടുത്തുകൂടെ ഒരു തോട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ തോട്ടില് ചൂണ്ടലിടും, മീൻ പിടിക്കും. എത്ര മീന്? 3 മീൻ. 4 പിടിക്കൂല, 3. ഒന്ന് അദ്ദേഹത്തിന് തിന്നാൻ പാകം ചെയ്ത് കഴിക്കാൻ, ഒന്ന് ആർക്കെങ്കിലും ധർമ്മം ചെയ്യാം, മറ്റൊന്ന് വിറ്റിട്ട് അദ്ദേഹത്തിന്, ഒരു മനുഷ്യനാണല്ലോ, കഴിഞ്ഞുകൂടാൻ എന്തെങ്കിലും കുറച്ചൊക്കെ അരിയും കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ, അതിനു വേണ്ടി ഒന്ന് വിൽക്കും ചെയ്യും. ഇങ്ങനെ ആകെ 3 മീൻ. 4 പിടിക്കില്ല. ഒരു മീന് മനുഷ്യനല്ലേ, ജീവൻ നിലനിർത്തണ്ടേ, ഹയാത്ത് മുസ്തഖിറ വേണ്ട, ഇബാദത്ത് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഒരു മീനും സദഖ ചെയ്യാനൊന്നും വിറ്റിട്ട് എന്തെങ്കിലും ആവശ്യകത കൊള്ളാൻ ഒരു മീനും. ഇങ്ങനെ വല്ലാത്തൊരു ജീവിതം. ഇത് ഇദ്ദേഹം കാണും. ആരെ? ഈ ഷാമിലേക്ക് പോകുന്ന കച്ചവടക്കാരൻ. മൂപ്പരെ കണ്ടു. മൂപ്പരെ കൂടെ കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഈ അവസ്ഥക്ക് മനസ്സിലായത്. ഇത്രയേ ഉള്ളൂ. മൂപ്പരിങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ മൂപ്പര് ചോദിച്ചു, മൂപ്പർക്ക് ദുനിയാവായിട്ടൊരു ബന്ധവുമില്ല, എല്ലാം ഒഴിവാക്കിയിട്ട് വെറും ഇബാദത്ത്, അല്ലാഹ് ആ ഒരൊറ്റ ചിന്ത മാത്രമാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചു, കുട്ടി എവിടുത്താ പോകുന്നത്? ഞാനിങ്ങനെ ഷാമിലേക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിങ്ങളെ പറ്റി കേട്ടപ്പോ ഞാൻ പരിചയമൊന്നുമില്ലല്ലോ, കാണാം, പരിചയപ്പെടാം എന്ന് മനസ്സിലാക്കി വന്നതാണ്. ശരി, ഷാമിൽ പോകുമ്പോൾ, ഷാമിൽക്കാണല്ലോ പോണത്. അപ്പൊ ഷാമിൽ പോകുമ്പോൾ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു, കഥ ഏതോ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. ആ സ്ഥലത്തുണ്ട് ഞങ്ങളുടെ ഒക്കെ ഗുരുവായിട്ടുള്ള ഷെയ്ഖായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിനെ പോയി കാണാം. കുട്ടിക്ക് നല്ലതാണ്. ഒന്നുമല്ല, എങ്ങനെയെങ്കിലും സലാമത്ത് കിട്ടാൻ വേണ്ടി ഞാൻ പേടിച്ചു കഴിഞ്ഞു. നല്ല തക്കിയായ മനുഷ്യൻ. അപ്പൊ സ്ഥലവും കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. മൂപ്പര് കച്ചവടക്കാരനാണ്. റൂട്ട് അന്വേഷിച്ച് മൂപ്പര് ചെന്നു. അപ്പൊ മൂപ്പര് കൂടി പറഞ്ഞു, അദ്ദേഹത്തൊന്ന് കാണും വേണം, കുട്ടി തിരിച്ചു വരുമ്പോൾ ഇതുവഴി എന്നെ നടണം, എന്നിട്ട് എന്നെ കണ്ട വിഷയം ഒന്ന് പറയും.
ഇങ്ങനെ എന്നെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നും കൂടെ പറയാം. കാരണം അദ്ദേഹമാണ് ഇനി ഇപ്പോഴത്തെ ഇത്രയെങ്കിലും ആക്കിയത്. ഇനിയും ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ചൊല്ലാനോ പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തരാൻ പറയണം എന്നും മുമ്പ് പറഞ്ഞയച്ചു. പറഞ്ഞതുപോലെ ഇദ്ദേഹം പോയി ഷെയ്ഖിനെ കണ്ടു. ഷെയ്ഖിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞ അഡ്രസ്സൊക്കെ തേടി ചെന്നപ്പോ പടച്ചതൊക്കെ ഇതെല്ലാം കൂടി വേറൊരു രൂപത്തിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആളെങ്ങനെയാണ് 3 മീന് പിടിച്ചിങ്ങനെ ദുനിയാവായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ അള്ളാന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന കാട്ടിലത്തെ വെള്ളം കുടിക്കുക, കായ്ക്കനികൾ തിന്നുക, ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ. മൂപ്പര് തോരക്കാനും എന്തെങ്കിലും ഇനി എന്തെങ്കിലും മേടിച്ചോണ്ടാനൊക്കെ പറഞ്ഞ ഷെയ്ഖിന്റെ അടുത്തേക്ക് ചെന്നപ്പോ പടച്ചതമ്പുരാൻ ഇതെല്ലാം കൂടി കുടുത്തം പൊട്ടൊരു പരിപാടിയാണ്. മുറ്റം നിറയെ കുതിരകൾ. നിറയെ കുതിര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത്, അന്നത്തെ കാലം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുറ്റം നിറയെ ബെൻസ് കാറ്, സ്കോർപിയോ, ടവേര, ഇന്നോവ, ഇങ്ങനത്തെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിൽക്കും. ഇന്നത്തെ കാര്യവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അങ്ങനെ വേണം ഒക്കെ നല്ല 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 നല്ല. പിന്നെ നമ്മൾ ഷവായിന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ ജിയാദ് ബനി അബീബക്കറിൻ തസാമ അലാക്കാനിൽ മുസബ്ബമത്തിൽ നല്ല നല്ല വസ്ഫത്തെ കുതിരകൾ. ഇതെന്നത്തെ പേര. ആ മൂപ്പരവിടേക്ക് ചെല്ലുന്നതിന്റെ മുൻപ് ഒന്ന് ചോദിച്ചു, ഈ പറഞ്ഞ ആള് ഈ വീട് ഇന്ന ആൾക്കാരല്ലേ? ആ അങ്ങോട്ട് ചെന്നോളി, ഇവിടെ ഉണ്ട്. മൂപ്പരവിട്ട് ചെന്ന് പിന്നെയും നോക്കുമ്പോ ഒരുപാട് ആളുകൾ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നത്, അത് ഇത് വലിയ പൂളും കൊശൊക്കെ ഇട്ട്. അപ്പൊ മൂപ്പർക്ക് ബേജാറായി. പക്ഷെ ഇതെന്നല്ലേ മൂപ്പർ പറഞ്ഞ ആള്, മൂപ്പര ഷെയ്ഖ് ഇദ്ദേഹമാണെന്നാണല്ലോ പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കഥയാണ്. സൂഫിയാക്കൾ പറയുന്ന ഓരോരോ കഥകളാണ്. ഇതൊരു ഒരുപാട് പാഠങ്ങളുണ്ട്. അങ്ങനെ മൂപ്പര് ചെന്നപ്പോ ചോദിച്ചു, ഈ ആള് വീട് അത് മൂപ്പര ഒന്ന് കാണാൻ പറ്റും, ഇപ്പൊ വരും, കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് അവിടെ ഇപ്പൊ വരും, മൂപ്പര് വരുന്ന സമയമാണ്. അങ്ങനെ മൂപ്പര് അകത്തുനിന്ന് വിട്ട് വന്നു നോക്കുമ്പോ ആള് നല്ല നല്ല ഹൈവത്തുമാ, നല്ല പ്രൗഢിയും പ്രതാപവും ഒക്കെ നല്ല ഒരു രാജകീയ രൂപത്തിലാണ് മൂപ്പര് ഇങ്ങോട്ട് വന്നത്. സലാം പറഞ്ഞു, വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ പരിചയമില്ല. ഇങ്ങനെ ഷാമിൽ കച്ചവടത്തിന് വരുമ്പോ വഴിയിൽ വെച്ച് ഇങ്ങനെ ആ മറ്റാളുണ്ട്, നേരത്തെ കണ്ട ആള്, മീൻ പിടിച്ച് ജീവിച്ചയാള്, മൂപ്പരെ കണ്ടു. മൂപ്പര് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അത് ശരി, മൂപ്പരത് കേട്ടു. പിന്നെ പ്രത്യേകിച്ച് കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. എനിക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ മൂപ്പര് ഞാൻ ഇവിടെ തന്നെ നാട്ടിലൊക്കെ മടങ്ങരുത്. അപ്പൊ മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പോകുമ്പോഴേ. അങ്ങനെ ഒരു വസീയത്തും കൂടി ഉണ്ട് എന്നോട്. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുത്തോളാം. അത് കാര്യം ഞാൻ ഏറ്റവും ഇൻഷാല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്ന് പറയും, അതാണ് ചിന്തിക്കേണ്ടത്. അത് ശരി, ഈ ഓനോട് പറയണം എന്ത്, ദുനിയാവുമായിട്ടുള്ള ബന്ധം ഒന്നും കൂടെ കുറക്കാൻ പറയണം. ദുനിയാവായിട്ടുള്ള ബന്ധം ഒന്നും കൂടെ കുറക്കാൻ പറയണം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെയാണ് ദുനിയാവ്. കുതിരയും പ്രതാപവും ഭക്ഷണവും ആടും അലീസിയും വേറൊക്കെ കാണും. മൂപ്പരാണെങ്കിലോ വെറും 3 മീന് പിടിച്ച് അല്ലാഹുവിനെ മാത്രം ഓർത്തും ആ ഒരു ഇബാദത്ത് ജീവിതം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇബാദത്താക്കി മാറ്റുന്ന ആൾ. അപ്പൊ അദ്ദേഹത്തോട് പറയണം എന്ത്, ദുനിയാവുമായുള്ള ബന്ധം ഒന്നും കൂടെ കുറക്കണം. അപ്പൊ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഇതിന്റെ അകത്ത് മുബഹമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊടുത്തെങ്കിൽ മൂപ്പര് പറഞ്ഞു. സലാം പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടിരുന്നു. വേറെ വിഷയമൊന്നും പറഞ്ഞ കുറച്ച് താജറാണല്ലോ, കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടാകുമല്ലോ. വേറെ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. മൂപ്പര് പറഞ്ഞു, ഞാൻ സംസാരിച്ചപ്പോ നിങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്ത്, ദുനിയാവായിട്ടുള്ള ബന്ധം ഒന്നും കൂടി കോർക്കണം. ആയിക്കോട്ടെ, ഞാൻ അതിനു വേണ്ടി സ്റ്റഡി ചെയ്യുകയാണ് കുട്ടി, അതിനു വേണ്ടിയാണ് എന്റെ സ്റ്റഡി എന്ന് പറഞ്ഞ് മൂപ്പര് അവിടെ നിർത്തിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന പലതുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന
സൂഫിയാക്കളുടെ ജീവിതവും അവരുടെ ലക്ഷ്യവും അവരുടെ മറ്റുള്ള വിഷയവും. അവർ അല്ലാഹുവുമായിട്ടുള്ള മറ്റൊരു അവസ്ഥയിൽ ജീവിക്കുകയും ആ ജീവിതത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ നേടുകയും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ക്ലാസ്സിലൊക്കെ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നു എന്ന് പറയുന്നു. റസൂലുള്ളാഹി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ക്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ റസൂലുള്ളാഹി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഇരുന്നിട്ടാണ് ക്ലാസ്. ആദ്യകാലത്തൊക്കെ വളരെ കുറഞ്ഞ ആളുകളാണ് കൊണ്ടിരുന്നത്. പിന്നെ റസൂലുള്ളാഹിന്റെ നസീഹത്തിന്റെ ക്ലാസ് വലിയ സംഭവങ്ങളായി മാറി. ഓരോ ക്ലാസ് തീരുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരുന്നത്. ആരാണ് റസൂലുള്ളാഹി? അപ്പോൾ ഓരോ ക്ലാസ്സിലും അവർക്ക് 40 മക്കളാണ്. 40 മക്കൾ. മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭൻ റസൂലുള്ളാഹിന് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ജിലാനി റളിയല്ലാഹു അൻഹു. ഇതുപോലെ ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ക്ലാസിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകും ഈ മക്കളും, പ്രത്യേകിച്ച് ഈ അബ്ദുൽ റസാഖുൽ ജിലാനി എന്ന് പറയുന്നവർ. അബ്ദുൽ റസാഖ് ക്ലാസ് ഇങ്ങനെ നടത്തുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് റസൂലുള്ളാഹി എഴുന്നേൽക്കുകയാണ് കസേരയിൽ. പെട്ടെന്ന് എഴുന്നേൽക്കുക, വളരെ ആദരവോടുകൂടി, വളരെ പ്രവാദത്തോടുകൂടി. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എവിടെയും ചെറുതാകുന്ന ആളല്ല, വലിയ മഹാനാണ്. ജീവിതത്തിലും ആ സംസാരത്തിലും ആ ശൈലിയിലും ആ ഭാവത്തിലും ഒരു ഇലാഹിയായ കഴിവും ആ ഒരു പ്രതാപവും മുഖം പൊളിച്ചു പറയും. അത് പറയണമല്ലോ. പക്ഷെ അതൊക്കെ പോയിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ വിനയത്തോടു കൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. കുറച്ച് സമയം അപ്പുറത്തിനോട് കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ക്ലാസ്സിൽ അബ്ദുൽ റസാഖുൽ ജിലാനി മകൻ ചെറുങ്ങനെ ഉറങ്ങിയിരുന്നു. മകന് പാപ്പങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉറങ്ങിയിരുന്നു. ഈ ഉറക്കിനിടയിലാണ് എഴുന്നേറ്റ് എന്നിട്ട് അവിടെ ഇരുന്നു. അപ്പോഴേക്ക് മകൻ ഉറക്കിൽ നിന്ന് വിട്ട് ഉണരുകയും ചെയ്തു. അപ്പോ മകനോട് ചോദിക്കുക, അബ്ദുൽ റസാഖ് ഇപ്പോഴെന്താണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് എന്താണ് അവൻ അപ്പൊ പറഞ്ഞത്? കാരണം ഈ കുട്ടി ഉറങ്ങുന്നതിനിടയിൽ റസൂലുള്ളാഹിനെ മനാമിൽ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫായ റൂഹ് ആ സദസ്സിൽ ഹാജരാവുകയാണ്. ആ കുട്ടി ഇങ്ങനെ ഉറക്കത്തിൽ കാണുന്നു. ഈ കാണുന്നത് റസൂലുള്ളാഹി സദസ്സിൽ കാണുകയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ റൂഹ് ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി ബഹുമാനം കൊണ്ട് സ്വയം അറിയാതെ പോയി. എന്നിട്ട് ചോദിക്കാണ്, ഇപ്പോഴെന്താ മോനെ പറഞ്ഞത്? അപ്പൊ മകൻ പറഞ്ഞു, പാപ്പ ഞാന് ജദ്ദിന്റെ, നമ്മുടെ ജദ്ദ് ആലിയാണല്ലോ, ജദ്ദ് അകലെയാണല്ലോ, റസൂലുള്ളാഹിന്റെ റൂഹ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, പാപ്പാന്റെ ക്ലാസിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഈ ക്ലാസിനെ പറ്റി കുറെ കാലമായ ബാപ്പ ഇങ്ങനെ നടത്തും, ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നു, ഇതിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോഴ് റസൂലുള്ളാഹിന്റെ മറുപടി, ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബാപ്പ ആരാണോ ആദ്യം മരിച്ചു പിരിയുന്നത്, മരിക്കുന്നത് വരെ ഈ ക്ലാസിനെ നിങ്ങളെ ലാസിമാക്കണം, പിരിഞ്ഞു പോകരുത്. അത്രക്ക് ധന്യമായ സദസ്സുകളായിരുന്നു. എന്താണ് റസൂലുള്ളാഹിന്റെ കഥാർത്ഥം? നമ്മളൊക്കെ ശരിക്കും ആ ചരിത്രം ശരിക്കും ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. സ്വല്പം വൈദ്യന്മാരുടെ 400-ാം വാർഷികമൊക്കെ നടന്നു. ഈ 400-ാം വാർഷികമൊക്കെ നടക്കുമ്പോഴും അതിനെപ്പറ്റിയൊക്കെ വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇവരൊന്നും പറയുന്നത് ഒന്നുമില്ല. റസൂലുള്ളാഹിന്റെ കറാമത്താണ്. ഇന്ന് വൈദ്യന്മാർക്ക് വേണ്ടിയിട്ട് മലയാള മനോരമയിൽ ലേഖനം എഴുതിയതായ എമ്മൻ കാരശ്ശേരി. ഈ എമ്മൻ കാരശ്ശേരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക, എങ്ങനെയൊക്കെ ഞാൻ ആളെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു, നമ്മൾ സാധാരണ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് അതേ പറയില്ല, എന്നെ പോലത്തെ ഈ ഇരിക്കുന്ന ഞങ്ങളെ പോലത്തെ ആൾക്കാരാണ്. ഇത് ഞങ്ങളെപ്പോലുള്ള ഒരാളൊന്നും അല്ല. ആര്? എമ്മൻ കാരശ്ശേരി. അത്ര വിചാരിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ശരിക്കും വിവരവാദികളെ സദസ്സിലുണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ അവർ പറഞ്ഞു എമ്മൻ കാരശ്ശേരി ആരാണ്. അയാൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ
റസൂലുള്ളാഹിനെ പറ്റി പോലും എന്തെങ്കിലും എഴുതുന്നതാണ് എം എൻ കാരശ്ശേരി. ഈ എം എൻ കാരശ്ശേരിയെ കൊണ്ട് തന്നെ മഹാനായ ഓത്തുല്ലാഹിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചു. അതൊരു കറാമത്താണ്. മുഹീദ്ദീൻമാരിലെ ഒരു വരി എനിക്ക് ഏറ്റവും അധികം ശാസ്ത്രീയമായിട്ട് ഞാൻ പഠിച്ച ഒരു വരി. ആ വരി ഞാൻ പഠിക്കുന്നത് ഇപ്പൊ മുസ്തഫ ഫൈസി മുഹീദ്ദീൻമാർക്ക് വ്യാഖ്യാനം എഴുതിയിരുന്നു അല്ലെ, അവ്വൽ മുതൽ ആഖിർ വരെ ഖുർആന്റെയും ഹദീസിന്റെയും പ്രബലമായ പ്രാമാണിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ ഞാൻ നിന്നിട്ട് പറയാൻ കഴിയുക മുഹീദ്ദീൻമാരിലെ ഒരു വരിയെ സംബന്ധിച്ചാണ്. ആ വരി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് സത്യത്തിൽ ഒരു ദഹിനിയായ ആളാണ്. സുന്നിയോ മുസ്ലിമോ പോട്ടെ, മുസ്ലിം നാമധാരിയാണ് വേറെ വിഷയം. പക്ഷേ അയാൾ ശരിക്കും ഒരു ദഹിനിയാണ്. ദഹിനി എന്ന് പറഞ്ഞാൽ എന്താ? യുക്തിവാദി എന്ന് പറയുന്നത് അവൻ തന്നെ ദഹിനി. ഏതാണ് ആ വരി? മുഹീദ്ദീൻമാരിലെ കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. കശമേറും രാവിൽ, കശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ട്, അത് ഒൽമും വൽമാന്ന് പറയും, ഭയങ്കര ഇരുട്ട്. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ഈ വഴി വ്യാഖ്യാനിച്ച് അത് ശാസ്ത്രീയമായി വളരെ താത്വികമായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആൾ, സംസാരത്തിലല്ലോ ആർട്ടിക്കിളിൽ ലേഖനത്തിലൂടെ എഴുതിയ ആള് ഒരു ദഹിനിയായിരുന്നു. എന്നിട്ട് ഞാനതിങ്ങനെ ആലോചിച്ച് പഠിച്ചോളൂ, ഇതും റസൂലുള്ളാഹിന്റെ കറാമത്തായിരിക്കും. എന്താണ് റസൂലുള്ളാഹിനെ പറ്റി പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ സൂഫിയാക്കൾ, ഔലിയാക്കൾ, ഇവർക്കൊക്കെ മാതൃകാ പുരുഷനായിരുന്നു. നമുക്കും അത് മാതൃകാ പുരുഷന്മാരാവണം. അവരുടെ ജീവിതത്തെ പറ്റി നമ്മൾ ശരിക്കും പഠിക്കുക. ഇതുപോലുള്ള സദസ്സുകൾ ഇതിലൊക്കെ പങ്കെടുത്ത് അവരെ പറ്റി പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവുക. ഇതിന് വിശാലമായ അർത്ഥം നമ്മൾ കൊടുക്കണം. ഈ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരന്മാരെ? നിങ്ങളിപ്പോ നിൽക്കുന്ന നിങ്ങളൊക്കെ സാധാരണക്കാരാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ത്യാഗത്തിന്റെ മാർഗം പറഞ്ഞു തരാം? നിങ്ങൾക്കും ത്യാഗം സഹിക്കാൻ കഴിയും. അത് ഓരോരോ വിഷയത്തിലൂടെയാവണം. ഇപ്പൊ നിങ്ങൾ കുറച്ച് കാശ് കയ്യിലുള്ള ഒരാളാണെങ്കിൽ, ഒരു യത്തീം കുട്ടി വിഷമെന്ന് അല്ലെങ്കിൽ കാശില്ലാതെ മരുന്നിന് പൈസ ഇല്ലാതെ ഇരിക്കുന്ന ഒരു കുട്ടി, യത്തീം കുട്ടി, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വെച്ച പൈസ ഉണ്ടെങ്കിൽ ആ യത്തീം കുട്ടിയുടെ ആ വിഷമം കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യം മാറ്റിവെച്ച് ആ കുട്ടിക്ക് കൊടുക്കുക. ഇതൊരു ത്യാഗമാണ്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ, രോഗിയായി കിടക്കുന്ന ഒരാൾ, അറപ്പുളവാക്കുന്ന രോഗം ഉള്ള ഒരാൾ, ആളും നാഥനും ഉടമയുമില്ലാതെ കിടക്കുന്ന ഒരാൾ, അയാളെ പോയിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് ഹിദ്മ ചെയ്യുക. ഇതൊക്കെ വാസ്തവത്തിൽ ഒരു സബബായി എന്തിലേക്കുള്ള നല്ല മാർഗത്തിലേക്ക്, ഈ പറഞ്ഞ രൂപത്തിലേക്ക് അടുക്കുവാനും വരുവാനുമുള്ള ഒരു മാർഗമായി. എത്ര കള്ളുകൂടിയെന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞണ്ടാട് ശൈഖിന്റെ ചരിത്രം. ഞണ്ടാട് ശൈഖ് വലിയ മഹാനാണ്. കൈപ്പറ്റ മമ്മൂട്ടിലെ പാപ്പ, കൈപ്പറ്റ മമ്മൂട്ടിലെ പാപ്പാന്റെ വയറെന്ന് പറഞ്ഞാൽ ആ വയറ്, ഇതുപോലെ ഒരു വയറ് കൈപ്പറ്റ മമ്മൂട്ടിലെ പാപ്പ നടത്തി കഴിഞ്ഞാൽ അക്കല്ല് ഒരാളെങ്കിലും ആ സദസ്സിൽ നിന്ന് ഒരു യഥാർത്ഥ മുഅ്മിനായി മാറും. ഇതാണ് മമ്മൂട്ടിലെ പാപ്പാന്റെ വയറിന്റെ ആ ക്വാളിറ്റി. വണ്ടൂര് പള്ളിയിൽ അവിടെ കാവിയായിരുന്നു. വയറ് ജുമാന്റെ ശേഷം കുത്തുബി നിസ്കാരം ദ്വായെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വയറുണ്ടാവും. മൈക്കൂട്ട് വരാത്ത കുറെ കൊല്ലം മുൻപല്ലേ. ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാണ് കൈപ്പറ്റ മുട്ടിലെ പാപ്പൻ. അങ്ങനെ അന്ന് പള്ളിയിലെ സദസ്സില് ആ നാട്ടിലെ ഏറ്റവും വലിയൊരു ശാരി കള്ളുകുടിയൻ അവിടെ ഇത്തിഫാഖിയായിട്ട് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോടെ ഇരിക്കൂല. ആ മുരങ്ങനെ മുരപ്പാപ്പങ്ങനെ വഴന്ന് തുടങ്ങുമ്പോ ഇങ്ങനെ സദസ്സിലേക്ക് നോക്കുമ്പോ ഇവന് ഇവിടെ ഉണ്ട്. ആരാ പോലെ? ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളുകുടിയനാണ്.
അപ്പൊ മൂപ്പരിങ്ങനെ ഇങ്ങോട്ട് വഴവ് പിന്നെ കള്ളുകുടിയെ പറ്റിയാണ് ചുർബിനെ പറ്റി ഹമ്പറുണ്ടാകും. അത് കുടിച്ചാലുണ്ടാകുന്ന, അത് കുടിക്കുന്നവർക്കുണ്ടാകുന്ന ഓരോരോ ദോഷങ്ങളും അവരുടെ സൂഖുൽ ഖാത്തിമയും അവർക്ക് കിട്ടുന്ന അതാപും ഇതൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഹൗഫിന്റെ വഴവ്. ഏകദേശം കസറോടടുത്താണ് വഴവ് തീർന്നത്. വഴവ് കഴിഞ്ഞപ്പോ ഈ ശാരീരികമായ മനുഷ്യൻ കണ്ണുകുടിയൻ അവിടുന്ന് എണീച്ചു പോകില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്, കരഞ്ഞു പോകും. എല്ലാവരും പോയതിന് ശേഷം മമ്മൂട്ടിയിലൊരു പാപ്പാനെ എടുത്തു വന്നിട്ട് കാലിക്കുന്നു പോകും. പഠിച്ചോനെ, ഞാൻ ഒരുപാട് കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വലിയ കള്ളുകുടിയനാണ്, ഇനി ഇവിടെ ഞാൻ കള്ളുകുടിക്കൂല, തെറ്റ് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് താടിവായി തൗബ ചെയ്ത് വനക്കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ അങ്ങോട്ട് മറിഞ്ഞിട്ട് പിറ്റേന്ന് മുതൽ കള്ളു പോകട്ടെ ചെറിയ ഒരു ദോഷം പോലും ചെയ്യാത്ത കഴിയുന്നത്ര തൗബയും നിസ്കാരവും വിവാദത്തും എല്ലാം കൂടിയായിട്ട് പള്ളിയെ ലാസ്യമാക്കുന്നവരായി അവിടെ ഇരിക്കട്ടെ വിഷയം. അങ്ങനെ മമ്മൂട്ടിയൊരു പാപ്പ ഇടയ്ക്കിടയ്ക്ക് രണ്ടാട് ശേഖരന്റെ അടുത്തേക്ക് പോകുന്നത്രേ. എന്തിന്? ഒരു ഇജാസത്ത് വാങ്ങാൻ വേണ്ടി. ഇജാസത്ത് വാങ്ങുമല്ലോ വലിയ വലിയ മശായിഖന്മാരെടുത്ത് പോയി, പല ഇജാസത്തുണ്ട്. അപ്പൊ മൂപ്പരെടുത്ത് പോകുമ്പോ അവിടെ എത്തും, വിഷയങ്ങളൊക്കെ പറയും, മൂപ്പര് കേൾക്കും, സംസാരിക്കും. ഇജാസത്തിന്റെ വിഷയം പറയുമ്പോ പറയത്രേ, ആ നിങ്ങൾ പിന്നെ വിളിപ്പോ അത് പിന്നെ വിളിക്കണം, അങ്ങനെ ഒഴിഞ്ഞു പോകും. പിന്നെ അങ്ങനെ കുത്തി ചോദിക്കാനും പറ്റൂല. വിഷയത്തിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു 50 റുപ്യ കടം ചോദിക്കാൻ വേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പൊ സലാം പറഞ്ഞ്, വർത്താനൊക്കെ പറഞ്ഞ്, നാട്ടുവർത്താനൊക്കെ പറഞ്ഞ്, തണുപ്പ് മഴ അതിനെ പറ്റിയൊക്കെ പറഞ്ഞ് 50 റുപ്യ വിട്ട് ചോദിക്കുമ്പോൾ തന്നെ അത് തങ്ങൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ മൂപ്പര് പാപ്പ മാറ്റി. ഇങ്ങനെ പല ആവർത്തി മൂപ്പരടുത്ത് പോയിട്ട്, ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ട് ഇജാസത്ത് കിട്ടാതെ മൂപ്പരിങ്ങനെ മടങ്ങിപ്പോയി. ആര്? മമ്മൂട്ടി. ഈ വിഷയം പിന്നെ ഇവര് തമ്മിൽ വലിയ സുഹൃത്തുക്കളായല്ലോ. ആര്? മൂപ്പര വഴന്ന് കേട്ട് നന്നായി കണ്ടുപോയിട്ടുണ്ടല്ലോ. ഷാരിഖ് ഒരു പള്ളിക്കത്താളായില്ലേ, സ്വന്തമായില്ലേ ഉസ്താദിന്റെ. അപ്പൊ ഇങ്ങനെ മൂപ്പര് വീസം വന്നിട്ട് വല്ലാത്ത വിഷമത്തില് മൂപ്പര് വലിയ സുഹൃത്തുക്കളാട്ടോ പറഞ്ഞ്, ഞാൻ കുറെ ആയി ഇവിടെ പോണ്, പക്ഷെ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടുന്നില്ലേ. ആര്? മുട്ടിലൂടെ പറയാ സമയമായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അത്രല്ല പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പാടില്ല. ചിലപ്പോ പരീക്ഷണമായിരിക്കും. പല പല തരികിടകളും അള്ളാഹ് നമ്മുടെ ദൃഷ്ടിയിൽ തരികിടകളാണ്, തക്കിടികളാണെന്ന് തോന്നും, പക്ഷേ മുസബ്ബിബുൽ അസ്ബാബാണ്. അങ്ങനെ മൂപ്പര് പറഞ്ഞ് ഞാൻ മൂപ്പരെ കാണാൻ വേണ്ടി പോയോക്കട്ടെ. ആരെ? ഈ പറഞ്ഞ ആളുണ്ടല്ലോ, കണ്ടുപിടിച്ച് നടന്ന് നന്നായ മനുഷ്യൻ. മൂപ്പരൊന്ന് ഷെയ്ഖിന്റെ അടുത്ത് പോയി. ഷെയ്ഖിന്റെ അടുത്ത് പോയി സലാം പറഞ്ഞ്, നാടനാണല്ലോ, ചെന്ന് വിഷയം പറഞ്ഞ്, ഞാനിങ്ങനെ വണ്ടൂരിൽ നിന്നാണ് വരുന്നത്, ഇങ്ങനെ കൈപ്പറ്റ മുട്ടിലുള്ള ബന്ധമൊക്കെ പറഞ്ഞു. ആ ശരി, പിന്നെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളായിരുന്നു, എല്ലാ തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വയ്ക്കുമ്പോൾ തൗബ ചെയ്യും, അല്ലാഹു തആല കബൂലാക്കാനും ഈമാൻ കിട്ടി മരിക്കാനും ഇവിടുന്ന് ദുആ ചെയ്യണം. അല്ലാഹു തആല ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് പറഞ്ഞു മുൻപ് അടക്കി വിട്ടത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു തരണം. ഞാൻ അത്രയും കുരുത്തം കെട്ട് നടന്ന പിഴച്ചോനാണ്, ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇതിനാണല്ലോ ഇപ്പൊ ഇജാസത്ത് എന്ന് പറയുന്നത്. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ചെല്ലാനും പറയാനും കൊടുക്കുക. അതിങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ പിന്നെ ഈ കണ്ടോടത്തൊക്കെ നടന്നു ചെല്ലേണ്ട ഇജാസത്ത് വാങ്ങണം. അത് ചെയ്യരുത്. എല്ലാവരടുത്തും പോയിട്ട് ഇങ്ങനെ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ ഒരുപാട് ശബ്ദം, അതൊരു ഉടമ്പടിയാണ്. വെറുതെ കണ്ടോടത്തും ഒക്കെ പോയിട്ടൊന്നും വാങ്ങരുത്, അതൊരു ഉടമ്പടിയാണ്. പിന്നെ വെറുതെ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ശ്രദ്ധിച്ചോളില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരണം, കാര്യമായി ചെല്ലാൻ പറഞ്ഞു. ഇനി വിക്ർ പറഞ്ഞിട്ട് ഇത് ദാരിമായിട്ട് ചൊല്ലിക്കൊള്ളു. എനിക്കൊരാള് എന്റെ ശൈഖ് പറഞ്ഞതാണ്, അല്ലാഹു തആല അതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഇവര് ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു പോയി.
നോക്കണം. ഒറ്റ പോക്കിൽ തന്നെ മൂപ്പർക്ക് ഇത് കിട്ടി. മൂപ്പര് വണ്ടൂരിൽ ചെന്ന് മൂലരോട് പറഞ്ഞു, ഞാൻ പോയിരുന്നു. പിന്നെ മൂപ്പർക്കിപ്പം ആരുമോ കൊല്ലല്ലോ, ജാതത്തിന്റെ വണ്ണം പോയിട്ടൊന്നും മൂപ്പർക്ക് അറിയില്ല. ഞാനിങ്ങനെ മൂപ്പരെടുത്ത് പോയി ദ്വാരക്കാരൊക്കെ പറഞ്ഞ് ചെല്ലാനെന്തെങ്കിലും പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇന്നോട് ഇന്ന നിൽക്കരുത് സമയം കാര്യമൊക്കെ പറഞ്ഞിട്ട് അത് ന്യായമായിട്ട് ചെല്ലിക്കോളുണ്ടെന്ന് പറഞ്ഞു. തന്നെ അത് ശരി. അത് കഴിഞ്ഞ് പിന്നെ ഇത് കേട്ട പാട് മൂപ്പര് വേഗം പോയി. മുട്ടിൽ പിന്നെ പിന്നെ അവിടുന്ന് നമ്മളെ അവിടുന്നുള്ള മുമ്പടെ വന്നിരുന്നേരെ അപ്പൊ സലാമൊക്കെ പറഞ്ഞു മുട്ടിൽ ബാബാക്ക് ബന്ധാണ്. അപ്പൊ ഓൻ സലാം പറഞ്ഞിരുന്നു, അന്വേഷണം പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ന്യായമായിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്? പിന്നെ നിങ്ങളൊരു പണി ചെയ്തോളി, ഞാൻ ഓനക്ക് പറഞ്ഞു കൊടുത്തില്ല. ഞാന് ഓനക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഓൻ്റെന്ന് വാങ്ങിക്കോളേണ്ടിന്ന്, നിങ്ങൾ ഓൻ്റെന്ന് വാങ്ങിക്കോളേണ്ടി പഠിക്കണം. നിങ്ങൾക്ക് ചെല്ലാനും പറയാനുള്ളത് ഞാൻ ഓനോട് പറഞ്ഞിരിക്കണോ എന്നൊരു തോന്നി. പാവമാണ്. അപ്പൊ ഓനെ പറ്റി പറയണത് അത് ശേഷം സാധുവാണ്, പാവം, കുറെ കഴിഞ്ഞു, ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നാമത്താരെ പുറത്തു കൊടുക്കട്ടെ, ഓൻ വലിയോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓന്റെ ഭാഗത്ത് ന്യായീകരിച്ചു. തായിവായി വന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് വന്നവനെ മൂപ്പരെന്ത് ചെയ്ത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് മുട്ടൊരു ബാബാനോട് പറയാം, നിങ്ങൾ വണ്ടിന്ന് വാങ്ങിക്കൊള്ളേണ്ടി. അപ്പൊ സത്യത്തിൽ ഇതിന്റെ നെതീജ മടങ്ങുന്നത് ആരിലേക്കാണ്? മുട്ടൊരു ബാബാലേക്ക്. കാരണം ശാരീരമായി നടന്നിരുന്ന, കള്ളു കുടിച്ച് തെമ്മാടിയായി നടന്നിരുന്ന മനുഷ്യൻ നന്നാകുന്നതും ഒടുവിൽ അദ്ദേഹത്തിന്റെ വയറ് കേട്ട് നന്നായ തെമ്മാടി പിന്നെ മൂപ്പന്റെ ശൈഖായി മാറുകയാണ്. ഇങ്ങനത്തെ എത്ര എത്ര കഥകൾ തസവൂഫിനെ പറ്റൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾക്കതിന്റെ കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ പകരല്ലേ? അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ. അതിന്റെ കിതാബുകളൊക്കെ അങ്ങനെ മുട്ടാരാണ് ചെയ്യുമ്പോഴാണ് പടച്ച തമ്പുരാനെ ഇത് ഇത്രയും വലിയൊരു ബഹ്റാണ് മനസ്സിലാവും. അതിനെപ്പറ്റൊന്നും പ്രതിപാദിക്കുക അല്ലെങ്കിൽ അതിനിട്ട് ക്ലാസ് എടുക്കുക എന്നൊന്നും പറഞ്ഞാൽ അതിനൊന്നും കഴിവുള്ളവർ ഇന്നത്തെ ലോകത്തില്ല. അതൊക്കെ അത്രയും വലിയൊരു സബ്ജക്റ്റാണ്. ഞാൻ കുറെ കിതാബുകൾ നോക്കിയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ ഓരോന്ന് നോക്കുമ്പോൾ കിട്ടാത്ത, അറിയാത്ത, നമ്മൾ തസവ്വുർ പോലും ആക്കാത്ത കാര്യങ്ങളാണ് ഓരോന്നും ഇങ്ങനെ കാണുന്നത്. ഓരോരോ മശായിഖന്മാർ അവരുടെ ശിഷ്യന്മാരെ നന്നാക്കിയിരുന്നു. ഓരോരോ കഥകൾ ഉളിയൻകോട്ടെ ഒരു തങ്ങന്മാരൊക്കെ ഞങ്ങൾ മുൻഗാമികളെ, ഞങ്ങളൊക്കെ പൊന്നാനി വലിയ ചാരത്തങ്ങളുടെ കുട്ടികളാണ്. പൊന്നാനിയിൽ മറപ്പെട്ട സയ്യിദുൽ ഖുത്ബ് അബ്ദുറഹ്മാൻ ഐദറൂസിയുടെ പേരക്കുട്ടികളാണ് ഞങ്ങളൊക്കെ. അവരുടെ സഹോദരനാണ് ഉളിയൻകോട്ടെ സൂറത്തിലെ തങ്ങൾ. ഇവരൊക്കെ ഇവരുടെ ശിഷ്യന്മാരെ ഇങ്ങനെ തെർബിയത്ത് ചെയ്തിരുന്ന രൂപം കണ്ടാൽ, അത് കേട്ടാൽ, അത് വായിച്ചാൽ അത്ഭുതം തോന്നിപ്പോകും. അവരെ സ്നേഹിച്ച് അവരെ ഉപ്പവെച്ച് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരം നിർത്തുകയാണ്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്നും ഇവിടെ ദുആ നടക്കാൻ പോകുന്നത് 12 മണിന്റെ ശേഷം ഇൻഷാ അല്ലാഹ്. അതിന്റെ മുമ്പായിട്ട് എനിക്ക് വേഗം പോകണം, മലപ്പുറത്തെത്തേണ്ട എനിക്ക്. അപ്പോ ഒരുപാട് ആളുകൾ പറയുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇവര്, നിങ്ങളും സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, നമ്മളൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ്. ദുന്യവിയും മുഖവിയുമായ ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ്. ഏറ്റവും വലിയ ലക്ഷ്യം ഈമാൻ കെട്ടി മരിക്കുക എന്നത്. പക്ഷെ ഈമാൻ കെട്ടി മരിക്കോളും ഇവിടെ നമുക്ക് ജീവിച്ചുകൊണ്ട്, ഈമാൻ കെട്ടി മരിക്കണം എന്നല്ല മരിക്കോളൂ. ഈ മരിക്കണത് വരെ ഇവിടെ കഴിയുള്ളൂ. മരിക്കണം എന്നാണ്. അതുവരെ ഉണ്ടെങ്കിൽ തീയതി ചിലർക്ക് ഒരുപാട് കാലത്ത് ആയുസുണ്ടെങ്കിലോ വിവാഹത്താലെ ദീർഘായുസും ആഫിയത്തും എനിക്കും നിങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ എല്ലാവർക്കും നൽകുമാറാകട്ടെ. അപ്പൊ അതുവരെ നമ്മുടെ കൂടെ പിടിച്ചു നിൽക്കാത്ത ഇസ്സത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, പടച്ചോനെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. പടച്ചോനെ ദുനിയാവിൽ ഹസനത്തിനെ കൊണ്ടാണ്, ആഖിറത്തിലും ഹസനത്തിനെ കൊണ്ടാണ്. ദുനിയാവും വേണം,
അതുകൊണ്ടാണല്ലോ വെള്ളിയുടെ രൂപത്തിൽ മഴ വന്നപ്പോ അതിൽ നിന്ന് കുറച്ച് റസൂൽ വന്നു. ഇതിന് സൂഫിയാക്കൾ കൊടുക്കുന്ന അർത്ഥമാണ് കുറച്ച്. നമ്മൾ പറയുന്നത് ഷെയ്ഖുമ്മ എന്ന് പറയുന്നത് കുറച്ചെന്ത് വേണം, ദുനിയാവും വേണം. നമ്മുടെ റസൂലിനെ കച്ചവടം ചെയ്തിട്ടില്ലേ, കടം വാങ്ങിക്കുന്നത്, പണയം വെച്ചിട്ട്, ഇതൊക്കെ ദുനിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മായമരകളാണ്. ഇതൊക്കെ റസൂൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ റസൂലുള്ളാഹിക്ക് എന്താ മദീനത്തെ മസ്ജിദ് നബവിയിൽ അവിടെ അടച്ചു പൂട്ടി അവിടെ ഇരുന്നാൽ പോലെ അഷ്റഫുൽ ഖൽഖിന് വിശപ്പുണ്ടാകുക, ദാഹം ഉണ്ടാകുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വീരവിടെ കൊണ്ടേ കൊടുക്കില്ലേ? മറിയം ബീവിക്ക് കൊണ്ടേ കൊടുക്കാം. ജിബ്രീൽ എന്താ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റേ ഉണ്ടോ? പിന്നെ അവിടെ എത്തും. പക്ഷേ ഇതൊന്നുമല്ല. ദുനിയാവിനെ പറഞ്ഞാൽ ഈ കാണുന്നത് നിനക്ക് വേണം. ഇവിടെ വഴന്ന് നടക്കണം, ലൈറ്റ് വെക്കണം, ട്യൂബ് വേണം, ബസ് പോകണം, റോഡ് വേണം, ഇതൊക്കെ വേണം. അതിനുവേണ്ടിയാണ് അല്ലാഹുവിനെ നമുക്ക് പഠിച്ചിട്ടുള്ളത്. അതിനൊന്നും നമ്മൾ ഓടുകയല്ല വേണ്ടത്, അതിനെപ്പൊക്കെ നമ്മൾ ഇടപെടണം. സുലൈമാൻ നമുക്ക് ചെയ്തത് അങ്ങനെ, തുർസമാൻ ചെയ്തത് അങ്ങനെ. ഇതിലൊക്കെ ഇടപഴകിക്കൊണ്ടും അതിൽ നിന്ന് അല്ലാഹുവിനെ കാണുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്ത് കാണുമ്പോഴും അതിൽ അല്ലാഹുവിനെ കാണുവാൻ കഴിയുക. മൊബൈൽ ഫോൺ കാണും, അത് ഒഴിവാക്കലില്ല. എന്നിട്ട് ആ മൊബൈൽ ഫോണിലൂടെ അല്ലാഹുവിനെ കാണാൻ കഴിയണം. അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിലാണ് മൊബൈൽ ഫോൺ കിട്ടുന്നതെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് തന്നെ അതിൽ അല്ലാഹുവിനെ കാണും. എന്ത് കണ്ടാലും അതിൽ അല്ലാഹുവിന്റെ ആയാത്തുകൾ, അല്ലാഹുവിന്റെ ഖുദ്റത്തുകൾ അത് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുക. ഒളിച്ചോട്ടമല്ല ദീൻ എന്നുള്ളത്. നമ്മൾ ശരിക്കും ചെയ്യണം, അതിലേക്ക് ദുനിയാവിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിൽ നിന്ന് അല്ലാഹു നിഷിദ്ധമാക്കിയത്, ഹലാല്, ഹറാമ്, പിന്നെ മബ്നൂമായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ, മഅ്മൂറായ കാര്യങ്ങൾ, ഇതൊക്കെ വേർതിരിച്ച് നെല്ലും പതിലും തിരിച്ചറിഞ്ഞിട്ട് തട്ടേണ്ടത് തട്ടുക, എടുക്കേണ്ടത് എടുക്കുക. ഇങ്ങനെയാണ് എന്റെ അഭിപ്രായം. മറ്റതെല്ലാരും കൂടി കാട്ടിപ്പോയിരുന്നാല് പിന്നെ ജമാഅത്തിന് എന്ത് ശ്രേഷ്ഠതയുള്ളത്? ജമാഅത്ത് നമസ്കാരം